വിവാദമായ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ NCPയുടെ സംസ്ഥാന നേതാക്കളിൽ പ്രമുഖനായ ശ്രീ AK ശശീന്ദ്രനാണ് വ്യൂ പോയിന്റിൽ ഇന്നെന്റെ അതിഥി. ശ്രീ AK ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം ഒഴിയാനിടവരുത്തിയ ഫോൺ സംഭാഷണം കേരളത്തിൽ മാധ്യമ നൈതികതയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യ സംഭാഷണങ്ങളിലേക്കുള്ള കടന്നുകയറ്റം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒളിഞ്ഞുനോട്ടമാണെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നത്തെ ഗുരുതരമായി കാണേണ്ടതുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ AK ശശീന്ദ്രൻ ഇന്ന് വ്യൂ പോയിന്റിൽ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. ശ്രീ AK ശശീന്ദ്രൻ, ഒരു കാലത്ത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം ആഘോഷപൂർവ്വം കൊണ്ടാടിയ ജോസ് തെറ്റയിലുമായി ബന്ധപ്പെട്ട ഒരു CD കാര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. ആ സമയത്ത് അത്തരമൊരു CD ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരരുത് എന്ന് ഒരു എഡിറ്റോറിയൽ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിച്ച ഒരു മാധ്യമ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ അഭിമുഖത്തിൽ ഞാൻ താങ്കളിലേക്ക് ചോദ്യങ്ങൾ എത്തിക്കുന്നത്. ശ്രീ AK ശശീന്ദ്രൻ, ഇത്ര വലിയൊരു വിവാദം, ഒരുപക്ഷെ സാധാരണക്കാരായ ഏതൊരാളും പൊതുസമൂഹത്തിന് മുന്നിൽ തളർന്നു പോകുന്ന, മാനസികമായി ക്ഷീണിച്ചു പോകുന്ന അത്ര വലിയൊരു വിവാദം, ഇതെങ്ങനെയാണ് വ്യക്തി എന്ന നിലയിൽ താങ്കളെ ബാധിച്ചത്? അല്ല, അതിനൊരു ലളിതമായ ഉത്തരവേ ഉള്ളൂ. ഞാനൊരു മനുഷ്യനാണല്ലോ എന്നതാണ് എൻ്റെ ഉത്തരം. അല്ലാതെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നല്ലതല്ലാത്തൊരു കാര്യവുമായി ബന്ധപ്പെടുത്തിയൊരു വർത്തമാനം നടക്കുമ്പോൾ അത് സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. അതിൻ്റെതായ പ്രയാസം ഞാനൊരു മനുഷ്യനായതുകൊണ്ട് എനിക്കും ഉണ്ടാവും. അത് സ്വാഭാവികമായ ഒരു അവസ്ഥയാണല്ലോ താങ്കൾ ചോദിച്ചത്. മന്ത്രി എന്ന നിലയിൽ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് കേരളത്തിൽ പുതുതായി തുടങ്ങുന്നൊരു ചാനൽ വളരെ വളരെ വിവാദപരം എന്ന് പറഞ്ഞ് ഈ സ്വകാര്യമായ ഫോൺ സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ പുറത്തുവിട്ടത്. ഈ വാർത്ത കേട്ടപ്പോൾ അവിശ്വസനീയമായാണോ തോന്നിയത്? വഞ്ചിക്കപ്പെട്ടു എന്നാണോ തോന്നിയത്? തന്നെ ആരോ ബോധപൂർവം ചതിയിൽ വീഴ്ത്തിയെന്നാണോ തോന്നിയത്? അതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, ഒരു ചാനലാണ് അത് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധയിലില്ല. കാരണം എന്നെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളത്, മന്ത്രി എന്ന നിലയിൽ സഹായഭ്യർത്ഥനയുമായി എന്നെ സമീപിച്ച ഒരു വീട്ടമ്മയോട് അതുപയോഗിച്ച് അസഭ്യമായ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ്. അതാണ് എന്നെക്കുറിച്ചുള്ള ആരോപണം. രണ്ടാമത് താങ്കൾ പറഞ്ഞത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ ബോധപൂർവം ചെയ്തതാണോ അല്ലയോ എന്നതാണ്. ഇപ്പോൾ രണ്ട് വശമുണ്ട്. സമൂഹം ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രശ്നമാണ്, അവസാനം പറഞ്ഞ പ്രശ്നമാണ്. ഈ കേസ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് എത്തുകയാണ്. PS ആൻ്റണി, ഈ കമ്മീഷൻ ഈ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇതിലൊരു പരാതിക്കാരി ഉണ്ടോ ഇല്ലയോ എന്നതാണ്. പരാതിക്കാരി ഇല്ല എന്നാണ് സംസ്ഥാന പോലീസ് DGP പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരാതിക്കാരി ഇല്ലാത്ത ഒരു പ്രശ്നത്തിൽ സ്വാഭാവികമായി ഇത് രണ്ടുപേർ ഉഭയസമ്മതത്തോടുകൂടി നടത്തുന്ന വ്യക്തിതലത്തിലുള്ള സ്വകാര്യതയടങ്ങിയ ഒരു സംഭാഷണ ശകലമാണ്. അപ്പോൾ ശ്രീ AK ശശീന്ദ്രൻ, താങ്കൾ ഈ ശബ്ദം എൻ്റേതല്ല എന്ന് നിഷേധിച്ചിട്ടില്ല. പകരം ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് സംശയിക്കുകയാണ് ചെയ്യുന്നത്. താങ്കൾക്ക് വ്യക്തമായി അറിയാമല്ലോ മറുഭാഗത്ത് ആരായിരുന്നു എന്നത്. അവരുടെ ഐഡൻറ്റിറ്റി താങ്കൾക്ക് വെളിപ്പെടുത്തിക്കൂടെ? ഒന്ന്, ഞാൻ നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനോടാണ് ആദ്യത്തെ എൻ്റെ പ്രതികരണം. നിഷേധിക്കുക എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ അവിശ്വസനീയമായ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഞാനത് നിഷേധിക്കുന്നു എന്ന ഒരു കടുത്ത വാക്കിൽ പറഞ്ഞില്ല എന്നതുകൊണ്ട് ഞാനിപ്പോഴും പറയുന്നത്, എന്നെ സമീപിച്ച്
സഹായാഭ്യർത്ഥനയുമായി വന്ന ഏതെങ്കിലും ഒരു സ്ത്രീയോട്, കാരണം ആരെല്ലാം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവില്ല, ഞാൻ ഈ തരത്തിൽ സംസാരിച്ചിട്ടില്ല. ഒരു സ്ത്രീയോട് ഞാൻ മോശമായി സംസാരിച്ചിട്ടില്ല, ഈ തരത്തിൽ നിന്നല്ല, മോശമായി സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ശബ്ദം താങ്കളുടേതല്ല? അതിൻ്റെ ശബ്ദം നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. ആ ശബ്ദം ആകെ തന്നെ അവ്യക്തമാണ്. ആരുടെ ശബ്ദമാണ് എന്ന് പോലും അത് ഇനി ഏത് കാര്യം അത് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല. വളരെ അവ്യക്തമായ ചില ശബ്ദങ്ങളാണുള്ളത്. പക്ഷേ അതിലുള്ള ആദ്യത്തെ ഒരു ഭാഗം, ഒരു ചെറിയ ഒരു ഭാഗം ഞാനങ്ങനെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടത് എൻ്റേതാവാനിടയുണ്ട്. ഞാനിപ്പോൾ ഗോവയിലാണുള്ളത് എന്നൊരു ഭാഗം അതിനകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗോവയിലുള്ളപ്പോൾ എന്നെ വിളിച്ച പല ആളുകളോട് ഞാൻ ഗോവയിലാണുള്ളത്. അത് ഗോവയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തുകയും 31-ാം തീയതി വൈകുന്നേരം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവിടെ 4-5 പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 8 മിനിറ്റ് വരുന്ന ഈ സംഭാഷണത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ മാത്രമാണ് താങ്കൾ അല്ല, ഞാനങ്ങനെ ഗോവയിലുള്ളപ്പോൾ വിളിക്കുകയും ഞാൻ ഗോവയിലാണെന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. അത് ആ ഭാഗം അത്രത്തോളം ആ ഒരു ശബ്ദം ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരോടും. ഇതൊരു വിഷയമായി മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതൊരു ചോദ്യമായി മുന്നോട്ട് വരുന്നത്, താങ്കളെപ്പോലെ 6 പതിറ്റാണ്ട് കാലം സംശുദ്ധമായ രാഷ്ട്രീയം നയിച്ചിട്ടുള്ള, ഒരു തരത്തിലുമുള്ള കളങ്കമേറ്റിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഏറ്റിട്ടില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് മേൽ സ്വകാര്യമായ താങ്കളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെ പൊതു സമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് താങ്കൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ പ്രതിച്ഛായയും കളങ്കമേൽപ്പിക്കുന്ന തരത്തിൽ ഒരു പെരുമാറ്റമോ ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. താങ്കൾ അത് അങ്ങനെ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നതും ഈ കമ്മീഷൻ്റെ മുമ്പാകെയുള്ള ടേംസ് ഓഫ് റെഫറൻസിൽ വന്നിട്ടുണ്ട്. അത് വരും, അത് അന്വേഷിക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഒരു ഗൂഢാലോചന താങ്കൾ സംശയിക്കുന്നുണ്ടോ? എനിക്ക് ആരോടും സംശയമോ പരാതിയില്ലല്ലോ. അത് നമ്മൾ വരട്ടെ. ഞാനെന്തിനാ സംശയിക്കുന്നത്? സമൂഹം സംശയിക്കുന്നുണ്ടല്ലോ. ഈ വിഷയം എൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ ഒരു ഉദ്ദേശവുമില്ലാതെ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. സ്വാഭാവികമായും അതിനെ നമ്മളെന്താ പറയുക, അതിൻ്റെ പുറകിൽ ഗൂഢാലോചന എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടാകണമല്ലോ. താങ്കളുടെ പ്രതികരണത്തിൽ പറഞ്ഞത് അവിശ്വസനീയത, അതുപോലെ തന്നെ അസ്വാഭാവികത. അവിശ്വസനീയത എന്തിലാണ്? അല്ല, ഇങ്ങനെയൊന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതിൽ. അസ്വാഭാവികത ഇത് പ്രക്ഷേപണം ചെയ്ത രീതിയിൽ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, താങ്കൾ പറഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ താങ്കൾ ഒരു സ്ത്രീയോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു ശബ്ദശകലം മാധ്യമ ധാർമ്മികതയ്ക്ക് യോജിക്കാത്ത തരത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നതിനെയാണ് അവിശ്വസനീയതയെന്നും അസ്വാഭാവികതയെന്നും താങ്കൾ പറഞ്ഞത്. നിസ്സഹായനായി പോയോ താങ്കൾ ആ സമയത്ത്? അങ്ങനെ ചോദിച്ചാൽ ആ നിമിഷം അങ്ങനെയോ. എന്നാലും എനിക്ക് ഒരു നിമിഷം നേരത്തെ പതർച്ച ഞാൻ പറഞ്ഞല്ലോ. അതിപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം അത് മനുഷ്യ സഹജമായ ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. ആ പ്രയാസം എനിക്കുണ്ടായിട്ടുണ്ടല്ലോ. ഈ 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ആരുടെയും മുന്നിൽ അത് അടിയറവ് വെച്ചിട്ടില്ല. നിർണായകമായ ഘട്ടങ്ങളിൽ പോലും ശരിയെന്ന് തോന്നുന്ന ഭാഗത്ത് താങ്കൾ നിലകൊണ്ടിട്ടുണ്ട്. അത്ര വലിയൊരു രാഷ്ട്രീയ റെക്കോർഡുള്ള, 70 വയസ്സിൻ്റെ ജീവിത അനുഭവങ്ങളുള്ള താങ്കളെപ്പോലൊരു രാഷ്ട്രീയ നേതാവ് താങ്കൾ ചെയ്തിട്ടില്ലാത്തതെന്ന് താങ്കൾ ഇപ്പോഴും പറയുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഉടൻ രാജിവെക്കാനെടുത്ത തീരുമാനം ശരിയായോ? അതൊരു ശരിയായ തീരുമാനമാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും ബോധ്യം. കാരണം ഒരു വാർത്തയാണ് പ്രചരിക്കുന്നത്. അത് കേരളത്തിലെ ഒരു പുതിയ ചാനൽ
അവരുടെ ബ്രേക്കിംഗ് ന്യൂസായി ആദ്യത്തെ എന്താ പറയുക ലോഞ്ചിങ് ന്യൂസായിട്ടാണ് പറയുന്നത്. സമൂഹം അത് കേൾക്കുമല്ലോ. സമൂഹം അപ്പോൾ ചിന്തിക്കുക, മുൻ സാഹചര്യം വെച്ചാണെങ്കിൽ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം വെച്ചാണെങ്കിൽ ആലോചിക്കുക, എന്താണ് എനിക്കെതിരെയാണ് സ്വാഭാവികമായും സമൂഹം ചിന്തിക്കുക. രാഷ്ട്രീയ കേരളം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? അത് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യും. സ്വാഭാവികമായും രാജിക്ക് വേണ്ടിയുള്ള മുറവിളി വരും. അതാണ് ഒരു പശ്ചാത്തലം. രണ്ടാമതൊരു പശ്ചാത്തലം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് എൻ്റെയും കൂടെ നിലപാടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാട് എന്താണ്? ഇത്തരമൊരു കാര്യം ഉണ്ടാകുമ്പോൾ അന്വേഷണം നടക്കണം. അന്വേഷണം നടക്കുമ്പോൾ അധികാരസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തുന്ന രീതി ശരിയായ രീതിയല്ല. മന്ത്രിപദം എന്ന് പറയുന്നത് ഒരു അധികാരസ്ഥാനമാണ്. MLA എന്ന് പറയുന്നത് ഒരു പദവിയാണ്. പദവിയും അധികാരസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്നാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ അന്വേഷണം ഏതുതരം അന്വേഷണമായാലും നിഷ്പക്ഷമാവുകയില്ല എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ച് എനിക്ക് എന്നെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുമ്പോൾ, ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആക്ഷേപിക്കുമ്പോൾ, അഭ്യർത്ഥിക്കുമ്പോൾ, ഞാൻ അധികാരസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അത് വേണം എന്നെൻ്റെ ചിന്തയിൽ ഒരിക്കലും പോവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ച നടപടികളുടെ നിലപാടുകളുടെ സ്വാഭാവികമായ തുടർച്ചയാണ് ഈ രാജി. അപ്പോൾ താങ്കൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം മറുഭാഗത്ത് ശരിയായി ചെയ്തു എന്ന് വാദിക്കുന്ന മാധ്യമവും, ഇങ്ങനെ രണ്ട് വശങ്ങളിലായി ഈ കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ആശയക്കുഴപ്പം കൂടുകയാണ്. അല്ല, ഒരു സംശയവും ഒരാശയക്കുഴപ്പവും ഇല്ലെങ്കിൽ അന്വേഷണം വേണ്ടല്ലോ. അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ഒരു അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കാരണം എന്താണ്? ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ. ഈ ആശയക്കുഴപ്പം അവസാനിക്കണമെങ്കിൽ അത് ഈ അന്വേഷണ കമ്മീഷൻ്റെ നിഗമനങ്ങൾ പുറത്തു വരുന്നത് വരെ ഈ ആശയക്കുഴപ്പം നിൽക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ നിഗമനം വരുമ്പോഴാണ് ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ബോധ്യമാവുകയുള്ളൂ. അതുവരെ ഈ സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികമായ ഒരു സംശയമാണ്. അതിൽ ആശയക്കുഴപ്പമൊന്നും പറയേണ്ടതില്ല. പക്ഷേ ഈ അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണ പരിധിയിൽ സർ, ഈ ശബ്ദം താങ്കളുടേതാണോ അല്ലയോ എന്ന കാര്യം അവരുടെ പരിശോധനയിൽ വരുമോ? മറുഭാഗത്ത് പരാതിക്കാരി ഉണ്ടോ? എന്തിനു വേണ്ടി ഇത് ചെയ്തു? ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്? ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളല്ലേ പരിശോധിക്കുന്നത്? അല്ല, അങ്ങനെ വരുമ്പോൾ ഇത് വരുമല്ലോ. ആ ശബ്ദം സംബന്ധിച്ച ആധികാരികത ബോധ്യപ്പെടുത്തേണ്ടതാരാ? താങ്കൾ തന്നെ പറഞ്ഞ പോലെ എന്നെ സമീപിച്ചവർ എന്താവശ്യത്തിനാണ് എന്നെ സമീപിച്ചത്? അവരുടെ ആവശ്യം എന്തായിരുന്നു? അവരുടെ പരാതി എന്തായിരുന്നു? ആ പരാതിക്കാർക്ക് പേരും മേൽവിലാസം ഉണ്ടാവുമല്ലോ. പേരും മേൽവിലാസമുള്ളൊരു അപേക്ഷയിൽ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. പേരും അത് അപ്പോൾ അങ്ങനെ എൻ്റെ വിഷയം, എന്നെക്കുറിച്ചുള്ള ആക്ഷേപം അതാണ്. അത് അങ്ങനെ പരാതിക്കാരിയില്ലാത്ത ഒരാക്ഷേപം സംപ്രക്ഷേപണം ചെയ്ത ചാനലിൻ്റെ രാഷ്ട്രീയ മാധ്യമധർമ്മത്തെക്കുറിച്ചാണ് നിങ്ങളീ പറയുന്നത്. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാംസ്കാരിക കേരളം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന ശേഷം മന്ത്രിയായിരുന്ന ശ്രീ A.K. ശശീന്ദ്രൻ അന്ന് ആ സമയത്ത് ആരെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്? ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ട്, ആ സന്ദർഭത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് വിശദീകരിച്ചതിന് പുറമേ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ നിൽക്കുകയാണ്. അവിടെ LDF അതിശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ LDFൻ്റെ രാഷ്ട്രീയ ക്യാമ്പയിനെ ദോഷമാകുന്ന വിധത്തിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ദോഷമാണ് എന്ന ഒരു പശ്ചാത്തലവും കൂടി ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ചു. അപ്പോൾ എൻ്റെ ആ രാഷ്ട്രീയ നിഗമനത്തോടും ഞാൻ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനും അങ്ങനെയാണ് ശശീന്ദ്രന് തോന്നണമെങ്കിൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് തന്നത്.
മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള വ്യക്തികളിൽ ഒരാളാണ് ശ്രീ എ കെ ശശീന്ദ്രൻ താങ്കൾ. അതുകൊണ്ടാണ് ഗതാഗത വകുപ്പ് പോലെ വളരെ സുപ്രധാനമായ ഒരു വകുപ്പ് താങ്കൾ ഏൽപ്പിച്ചതും മന്ത്രിസഭയിലേക്ക് വരേണ്ടുന്ന NCP പ്രതിനിധി താങ്കളായിരിക്കണം എന്ന് ഒരാലോചനയും കൂടാതെ അദ്ദേഹം പറഞ്ഞതും. അങ്ങനെയുള്ള താങ്കൾ ഈ സർക്കാർ, ഈ മന്ത്രിസഭ ഒരു വർഷം തികയുന്നതിന് മുൻപ് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഒരു രണ്ടാമത്തെ മന്ത്രിയായി പോയി എന്നത് ഒരു രാജിക്ക് മുൻപ് താങ്കൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു? രാജിവെക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ അതെങ്ങനെ ബാധിക്കുമെന്ന്? അതാണ് സർക്കാരിൻ്റെ പ്രതിച്ഛായ എങ്ങനെ ബാധിക്കുമെന്ന് തന്നെയാണ് ആലോചിക്കേണ്ടത്. അത് മന്ത്രിസഭയിൽ നിന്നും എത്ര പേർ ഒഴിയേണ്ടി വന്നു എന്നുള്ളതല്ല. ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് ശരി എന്ന LDFൻ്റെ നിലപാടിനെ സാധൂകരിക്കുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്ത NCP നേതൃയോഗത്തിന് ശേഷം ശ്രീ ഉഴവൂർ വിജയൻ പറഞ്ഞത് എ കെ ശശീന്ദ്രനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപത്തിന് എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു വിശദീകരണം ആ യോഗത്തിൽ താങ്കൾ നൽകിയെന്നാണ്. ഈ അഭിമുഖത്തിൽ ഇതുവരെ നൽകിയ വിശദീകരണം തന്നെയാണോ പാർട്ടി യോഗത്തിലും താങ്കൾ നൽകിയത്? പാർട്ടി യോഗമാകുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അഭിമുഖമാകുമ്പോൾ ഒരു പ്രശ്നം പാർട്ടിയോട് പറയുന്ന കാര്യവും ജനങ്ങളോട് പറയുന്ന കാര്യവും രണ്ടാണല്ലോ. രണ്ടല്ല, ചെറിയൊരു വ്യത്യാസമുണ്ടല്ലോ. പിന്നെ ചെറിയൊരു തടസ്സമുണ്ട്. കാരണം നമ്മൾ ഒരു അന്വേഷണ കമ്മീഷൻ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു വർത്തമാനം, എൻ്റെ ഏതെങ്കിലും ഒരു നിരീക്ഷണം, എൻ്റെ ഏതെങ്കിലും ഒരു വിമർശനം, എൻ്റെ ഏതെങ്കിലും ഒരു നിഗമനം കമ്മീഷൻ്റെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനിടയാകരുതല്ലോ. ഒരു കാരണവശാലും അതിടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ലോ പ്രൊഫൈൽ സംസാരിക്കുന്നത്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സംശയം, അതല്ലെങ്കിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത് അതെടുക്കുന്ന അതിൻ്റെ ഒരു കാലതാമസമാണ് ഒന്നാമതായി. രണ്ടാമതായി അത്തരം ആ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളെ എത്രത്തോളം സ്വീകരിക്കപ്പെടുമെന്നൊക്കെയുള്ള സംശയങ്ങളാണ് കേരളത്തിൽ ഇതുവരെയുള്ള ജുഡീഷ്യൽ കമ്മീഷനുകളുടെ അന്വേഷണ റിപ്പോർട്ടുകളും അതിന്മേലുണ്ടായ നടപടികളും പരിശോധിക്കുമ്പോൾ തോന്നുക. ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൽ വേണ്ടിയിരുന്നെന്ന അഭിപ്രായമാണ് താങ്കൾക്കുള്ളത്? അല്ല, ജുഡീഷ്യൽ അന്വേഷണം അനിവാര്യമാക്കി തീർത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലുള്ള വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണം നടത്തുന്ന ഏജൻസി പലതുമാകാം. ക്രൈംബ്രാഞ്ച് ആകാം, ഇൻ്റലിജൻസ് ആകാം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാകാം, ഇങ്ങനെ പലതുമാവാം. ഇവിടെ പരാതി ഇല്ലാതിരുന്നിട്ട് പോലും ഈ പ്രശ്നം പരിശോധിക്കണം എന്നാണ് ഗവൺമെൻറ് ആലോചിച്ചത്. ഈ വിഷയത്തിൽ ഉള്ള താങ്കളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിയാകാൻ താങ്കൾ സന്നദ്ധനായിരിക്കും? അതിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആകാതിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കേരളത്തിലെ പല മന്ത്രിമാരെയും ഉന്നതരെയും ഇതുപോലെ പല നിലയ്ക്കും കെണിയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമായി ചില മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുമൊക്കെ അതിൽ കണ്ണി ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അവഗണിച്ചതുകൂടിയാണ് ശ്രീ എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ഉണ്ടായ ദുരനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അങ്ങനെയാണെങ്കിൽ അത് സർക്കാർ സംവിധാനത്തിലൊരു വീഴ്ചയല്ലേ? ഇങ്ങനെയൊരു വാർത്ത ഞാനും കേട്ടിട്ടുണ്ട്. ആ കേട്ടതെല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ കേട്ടതെല്ലാം ശരിയാണെന്നും ഗവൺമെൻറ്റിന് അതിനെ സംബന്ധിച്ച് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും എടുക്കേണ്ട മുൻകരുതൽ എന്താണ്? അവർക്ക് അതിനകത്ത് മുൻകരുതൽ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വ്യക്തികളല്ലേ മുൻകരുതൽ എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞുകൂടാ. ഈ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിലൊന്ന്, മംഗളത്തിൻ്റെ തന്നെ സബ് എഡിറ്റർ ആയിരുന്ന ഒരു പെൺകുട്ടിയെ താങ്കൾ പങ്കെടുത്ത പല പരിപാടികളും കവർ ചെയ്യാൻ വിടുകയും
അങ്ങനെ താങ്കളുമായി വ്യക്തിപരമായ ഒരു അടുപ്പം ഉണ്ടാവുകയും നിങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുകയും അങ്ങനെ ബോധപൂർവം ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ അതിൻ്റെ മറുഭാഗത്ത് സ്ത്രീയുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടേ ഇല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനെ വലയിൽപ്പെടുത്തി ഒരു കെണിയിൽ അകപ്പെടുത്തി എന്നതാണ് അതിലൊരു വാർത്ത. നിഷേധിക്കുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് അന്വേഷിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ എന്നോട് സംസാരിച്ചതാരാണ് എന്നത് ഇപ്പോഴും അജ്ഞാതമായി നിലനിൽക്കെ അല്ലെങ്കിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആരെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാളാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നതിലെ യുക്തിരാഹിത്യം താങ്കൾക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു യുക്തിയില്ല. അത് വരട്ടെ. അല്ല, താങ്കൾ ആരോടും ഈ നിലയ്ക്ക് സംസാരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അതെ. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാൻ അതിലെ യുക്തിരാഹിത്യം ഉണ്ടല്ലോ. നമ്മൾ ഇന്നാരാണ് അവരായിരിക്കുമെന്ന് എൻ്റെ പ്രശ്നം മംഗളം എന്നോട് എന്തെങ്കിലും സംസാരിച്ചോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ. മംഗളം പത്രം എന്നോട് സംസാരിച്ചു. മംഗളം പത്രത്തിലെ ആ സംസാരിക്കാൻ വന്ന ആളോട് ഞാൻ അപമര്യാദയായി പെരുമാറി എന്നൊരു പരാതി മംഗളത്തിനില്ലല്ലോ. കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും എല്ലാം ഒപ്പുവെച്ച ഒരു പ്രസ്താവന പുറത്തിറങ്ങിയിട്ടുണ്ട്, താങ്കൾ ശ്രദ്ധിച്ചു കാണും. അതിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ നടന്നിട്ടുള്ളതെല്ലാം കേരളത്തിൻ്റെ മാധ്യമ ധാർമ്മികതയ്ക്കോ നൈതികതയ്ക്കോ പൊതുസമൂഹത്തിൻ്റെ നൈതികതയ്ക്കോ ചേർന്നതല്ല. അതേസമയം തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് ഇതിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഈ മാധ്യമ പ്രവർത്തനത്തിന് നേരെ സർക്കാർ കണ്ണടയ്ക്കുകയാണ് എന്ന പ്രതീതിയാണ് അതിലൂടെ പുറത്തു വരുന്നതെന്നാണ്. ഈ ഐക്യദാർഢ്യത്തോട് താങ്കൾ ഒരുപക്ഷെ യോജിക്കും. അതിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന വികാരത്തോടും താങ്കൾക്ക് യോജിപ്പുണ്ടോ? തീർച്ചയായും. ഞാൻ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത, അപൂർവമായി മാത്രം കണ്ടിട്ടുള്ള ചിലരും ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുള്ളത്. അവരുടെ ആ നല്ല മനസ്സിന് നിങ്ങളുടെ ചാനലിലൂടെ അവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുക. ഈ സംഭവം പുറത്തു വന്ന ശേഷം മംഗളത്തിലെ ആരെങ്കിലും, അതായത് ഉത്തരവാദിത്തപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന ആരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടോ? ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാരഥിയെ കാണുകയാണെങ്കിൽ താങ്കൾ എന്തായിരിക്കും ചോദിക്കുക? ഞാൻ അദ്ദേഹത്തിനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ അദ്ദേഹത്തോട് പെരുമാറും. കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ശശികുമാർ പറഞ്ഞത് ഇതൊരു ന്യൂസ് പോർണോഗ്രഫിയാണെന്നാണ്. അങ്ങനെ ചെയ്താൽ അതിജീവിക്കാൻ കഴിയും എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ മുൻ അനുഭവത്തിൽ നിന്ന് അതിജീവിക്കാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ശ്രീ TK ഹംസയുടെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകർ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശശീന്ദ്രനെ കുടുക്കിയത് പോലെ ഒരു ഹണി ട്രാപ്പിനുള്ള ശ്രമമാണോ നിങ്ങൾ ആ പുരുഷന്മാരായ ആരെങ്കിലും വിടൂ എന്നതാണ്. അത് നാളെ മുതൽ എല്ലാ പൊതുപ്രവർത്തകന്മാരും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. ഏതെങ്കിലും ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഒരു ഇൻ്റർവ്യൂവിനോ എന്തെങ്കിലും കാര്യത്തിന് ഒരു പൊതുപ്രവർത്തകനെ സമീപിക്കുമ്പോൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുള്ളത്. വനിതാ മാധ്യമപ്രവർത്തകന്മാർ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. സ്ത്രീകളൊന്നാകെ അവഹേളിക്കലല്ലേ? അല്ല, അവരുടെ ആശങ്ക. കാരണം ഇങ്ങനൊരു ചോദ്യം, ഒരു സന്ദേഹം അവർക്ക് അവഹേളിക്കാമല്ലോ, അങ്ങനൊരു സംശയം വരുമല്ലോ. നമുക്ക് ആ സംശയിച്ചാൽ എങ്ങനെയാണ് ഹംസയെ പോലുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുക? ഞാൻ ഈ ചോദിക്കുന്നതിനോട് താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. താങ്കളുടെ കുടുംബം എന്ത് പറഞ്ഞു? ഭാര്യ എന്ത് പറഞ്ഞു? ഭാര്യ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കാരണം അവരും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അത് കണ്ട് വിലയിരുത്താനുള്ള ഒരു പക്വതൊക്കെ അവർക്കും ഉണ്ട്. എൻ്റെ ഭാര്യയും എൻ്റെ മകനും എന്നെ വിളിച്ചിരുന്നു. ഭാര്യ ഇവിടെയുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് 1 മണിക്കൂറിനകം എൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ഇങ്ങനൊരു സംഭവമാണ് എന്ന് പലരും പറയുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അവർ കണ്ണു തുറന്ന് കാണുന്നവരല്ലേ, അല്ലാതെ എന്നോടുള്ള സ്നേഹവും സ്നേഹക്കുറവും അല്ലല്ലോ പ്രശ്നം. അവർ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരു ഉപദേശവും സ്വാഭാവികമാണല്ലോ.
ഈ സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് നിയമപരമായി കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് താങ്കൾ ആലോചിക്കുക? എല്ലാ അവകാശവും എപ്പോഴും ഉപയോഗിക്കാനുള്ളതല്ലോ, അത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണല്ലോ. അവകാശവും അധികാരവും പ്രയോഗിക്കുന്നതിലല്ല, പ്രയോഗിക്കാതിരിക്കുന്നതിലാണ് കരുത്ത്. ഈ കരുത്തുമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാ പിന്തുണയും പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മീഡിയ വൺ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എല്ലാവർക്കും അനുകരണീയവും മാതൃകാപരവുമാണ്. പത്രപ്രവർത്തനത്തിൻ്റെ ധാർമ്മികത എങ്ങനെയായിരിക്കണം എന്ന് സമൂഹത്തിന് നല്ല സന്ദേശം നൽകാൻ മീഡിയ വണ്ണിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.